ഹായ് എവരി വൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വർക്കൗട്ടാണ് കേട്ടോ. സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് കാലമായിട്ട് വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ജാപ്പനീസ് വാക്കിംഗ് ടെക്നിക്ക് അല്ലെങ്കിൽ ഇൻ്റർവെൽ വാക്കിംഗ്. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സംഭവം വളരെ സിമ്പിളാണ്. നമുക്ക് എന്തായാലും നടന്നുകൊണ്ട് സംസാരിക്കാം. നിങ്ങളും എൻ്റെ കൂടെ തന്നെ നടന്നോളൂ കേട്ടോ. അപ്പോൾ സംഭവം വളരെ സിമ്പിളാണ്. നമ്മൾ 3 മിനിറ്റ് പതുക്കെ നടക്കും, അടുത്ത 3 മിനിറ്റ് കുറച്ച് സ്പീഡ് കൂട്ടി നടക്കും. അങ്ങനെ മാറി 30 മിനിറ്റ്സ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. നമ്മൾ പലതരം വാക്കിംഗ് വർക്കൗട്ട്സ് ചെയ്തിട്ടുണ്ട്. ചുമ്മാ നമ്മൾ നടക്കുന്നതിനേക്കാളും നമ്മൾ ബോഡി മൂവ്മെൻറ്റ്സ് കൊടുത്തുകൊണ്ടും സ്പീഡ് കൂട്ടിയും കുറച്ചൊക്കെ നടക്കുമ്പോൾ അതിന് ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ എന്തായാലും വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ശരിക്കുള്ള വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ 3 മിനിറ്റ് വളരെ സ്ലോ ആയിട്ടുള്ള വാക്കിംഗ്. ലെറ്റ് സ്റ്റാർട്ട്. ഇത് ആദ്യത്തെ 3 മിനിറ്റാണ് പയ്യെ നടക്കുക. നമ്മൾ സാധാരണ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാറില്ലേ, അതേ സ്പീഡിൽ സ്ലോ ആയിട്ട് നടക്കുക. ഒരു 3 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മളിങ്ങനെ നടക്കേണ്ടത്. അങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടാനോ അല്ലെങ്കിൽ നമ്മളൊരു എക്സസൈസ് ആണോ എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു യോഗ മാറ്റിൻ്റെ ആവശ്യം പോലും ഇല്ല. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ ചുമ്മാ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എൻ്റെ കൂടെ ഈ ഒരു വർക്കൗട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് കൈകൾ വീശിയോ അല്ലെങ്കിൽ കൈകൾ ജസ്റ്റ് ജോഗിങ് പൊസിഷനിൽ കാണിക്കുന്ന രീതിയിൽ ആ രീതിയിൽ വെച്ചോ ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് വാക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന വാക്കിംഗ് വർക്കൗട്ട്സ് ഉണ്ടല്ലോ നമ്മുടെ ചാനലിൽ, അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ പല ഹാൻഡ് മൂവ്മെൻറ്റ്സും കൊടുത്തുകൊണ്ടാണ് നമ്മുടെ വർക്കൗട്ടുകൾ ചെയ്യാറ്. അപ്പോൾ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളൊക്കെ പറയാറുണ്ടായിരുന്നു ചില മൂവ്മെൻറ്റ്സ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറയാറുണ്ട് മൂവ്മെൻറ്റ്സ് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് മാർച്ച് ചെയ്യാമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് ആകുമ്പം അങ്ങനെ ബോഡി മൂവ്മെൻറ്റ്സ്, അതായത് നമുക്ക് ഹാൻഡ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ആർക്കും പ്രത്യേകിച്ചൊന്നും പഠിക്കാനോ ഒന്നുമില്ല, ജസ്റ്റ് വാക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു എക്സസൈസിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് 3 മിനിറ്റ്സ് എൻ്റെ കൂടെ തന്നെ വാക്ക് ചെയ്യുക. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ, ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 2 മിനിറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സമയത്തിനുള്ളിൽ, അതായത് 1 മിനിറ്റിനുള്ളിൽ നമ്മൾ സ്പീഡ് വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ആ ഒരു 3 മിനിറ്റ് സ്ലോ വാക്കിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നടക്കാനായിട്ട് പോവാണ്, സ്പീഡ് കൂട്ടാൻ പോവാണ്. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ മാക്സിമം എന്താ പറയുക, കൈകളൊക്കെ വീശി കാലുകൾ കുറച്ചും കൂടി സ്പീഡ് കൂട്ടി നിങ്ങൾ നടക്കാനായിട്ട് നോക്കുക. ഓടേണ്ട ആവശ്യമില്ല. അതായത് ചിലർ ജോഗ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ജോഗിങ്ങിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ നിന്നുകൊണ്ട് തന്നെ മാക്സിമം സ്പീഡിൽ നടക്കാനായിട്ട് നോക്കുക. വലിയ ചുവടുകൾ വെച്ചോ ചെറിയ ചുവടുകൾ വെച്ചോ എങ്ങനെയാണോ നിങ്ങൾക്ക് സ്പീഡാക്കാൻ പറ്റുക ആ രീതിയിൽ സ്പീഡിൽ നടക്കാനായിട്ട് നോക്കുക കേട്ടോ. ഈ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു 1 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ബ്രീത്തൊക്കെ കുറച്ച് കൂടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റൊക്കെ കുറച്ച് കൂടും. അതൊക്കെ നോർമലാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ജാപ്പനീസ് വാക്കിംഗ് ടെക്നിക്കിൻ്റെ ചരിത്രം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജപ്പാനിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കണ്ടെത്തിയൊരു രീതിയാണിത്. ഡെയിലി നമ്മൾ ഒരേ സ്പീഡിൽ ചുമ്മാ നമ്മളിങ്ങനെ നടക്കാറില്ല, നമ്മൾ മുറ്റത്തൂടെയൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഈ സ്പീഡിൽ നമ്മൾ വെറുതെ നടക്കുന്നതിനേക്കാൾ ഇരട്ടി ഫലം തരാൻ ഈ ഒരു സ്പീഡ് കൂട്ടിയും കുറച്ചുള്ള നടക്കുന്നതിന് കഴിയും. കാരണം നമ്മൾ കുറച്ച് നേരം നടക്കുകയാണ്, കുറച്ച് നേരം സ്ലോ ആയിട്ട് നടക്കുന്നു, കുറച്ച് നേരം ഫാസ്റ്റായിട്ട് നടക്കുന്നു. അപ്പോൾ ഹാർട്ടിന് കുറച്ച് നേരം എന്താ പറയുക, ഒരു റിലാക്സേഷനും കുറച്ച് നേരം വർക്കൗട്ടും പ്രോപ്പർ വർക്കൗട്ടും കിട്ടണം. ഒരു ഇൻ്റർവെൽ ട്രെയിനിങ് പോലെ കിട്ടുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻകാരുടെ ആയുസിൻ്റെയും ഫിറ്റ്നസിൻ്റെയും ഒക്കെ ഒരു സീക്രട്ടിൽ ഒന്നാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിനിടയ്ക്ക് നിങ്ങൾ സ്പീഡ് കുറയ്ക്കരുത്, സ്പീഡ് കൂട്ടിക്കൊണ്ട് തന്നെ നടക്കുക. നമുക്ക് ഇപ്പം നിങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റണം. ആ സംസാരിക്കാൻ പറ്റുന്ന സ്പീഡിലായിരിക്കണം നടക്കട്ടെ. അല്ലാതെ നിങ്ങളിങ്ങനെ ബ്രീത്ത് പോകുന്ന രീതിയിൽ നടക്കരുത് കേട്ടോ. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു മോഡറേറ്റ് പേസിൽ നിങ്ങൾ നടക്കാനായിട്ട് നോക്കുക. അപ്പോൾ എൻ്റെ കൂടെ തന്നെ നടന്നോളൂ.
ഓക്കെ ഇനി നമുക്ക് സ്പീഡ് കുറച്ചൊന്ന് കുറയ്ക്കാം. അടുത്ത 3 മിനിറ്റ് നമ്മൾ പതുക്കെ നടന്ന് നമ്മുടെ ഇപ്പം ബ്രീത്തൊക്കെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടാവും, ഹാർട്ട് ബീറ്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ടാവും. അതൊക്കെ നമ്മളൊന്ന് നോർമലൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്ത 3 മിനിറ്റ് പതുക്കെ നടന്ന് നമ്മൾ ബ്രീത്തൊക്കെ നന്നായിട്ട് എടുക്കാം. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇത് ഒരുപാട് ട്രെൻഡിങ് ആണ് ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇത്രയും ട്രെൻഡിങ് ആയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം, നമ്മുടെ ഹാർട്ട് ഹെൽത്ത് കൂട്ടാനായിട്ട് ഇത് സഹായിക്കും. കാരണം നമ്മൾ പെട്ടെന്ന് സ്പീഡ് കൂട്ടുമ്പോൾ എന്താ പറയുക, നമ്മൾ ആദ്യം 3 മിനിറ്റ് സ്ലോ ആയിരുന്നു, പിന്നെ നമ്മൾ ഫാസ്റ്റ് ആക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും. ഒബ്വിയസ്ലി ഹാർട്ട് റേറ്റ് കൂടും. പതുക്കെ ആകുമ്പോൾ കുറയും. ഇത് ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിന് നല്ലൊരു വ്യായാമമാണ്. കുറച്ച് നേരം നന്നായിട്ട് ഇടിക്കുക, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക എന്നുള്ള രീതിയിൽ ഹൃദയത്തിന് നല്ലൊരു വ്യായാമമാണ് കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ യൂഷ്വലി നടക്കുന്ന സാധാരണ നടത്തത്തേക്കാൾ കൂടുതൽ കലോറീസ് കത്തിച്ച് കളയാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ വണ്ണം കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് വർക്കൗട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇനി സ്ലോ ആയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണേൽ, നിങ്ങൾ യോഗ മാറ്റിലാണ് നടത്തുന്നതെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നിന്ന് നിപ്പിൽ തന്നെ വളരെ സ്ലോ ആയിട്ട് കൈകൾ വീശിയിട്ട് നിങ്ങൾക്ക് നടക്കാം. അപ്പോൾ എൻ്റെ കൂടെ തന്നെ നടന്നോളൂ കേട്ടോ. അപ്പോൾ റെസ്റ്റ് എടുത്തത് മതി, നമ്മൾ സ്ലോ ആയിട്ട് നടക്കുകയായിരുന്നു. ഇനി നമുക്ക് ഫാസ്റ്റ് ആക്കാം. അപ്പോൾ വീണ്ടും നിങ്ങൾ സ്പീഡ് കൂട്ടുക. ജോഗിങ് പോലെ ചെയ്യുന്നവർക്ക് ചെയ്യാം കേട്ടോ, പക്ഷേ നമ്മളിത് വാക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വാക്കിംഗ് കുറച്ച് സ്പീഡായിട്ട് വാക്ക് ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ബാക്ക്വേർഡും ഫോർവേഡും ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നടക്കാം. യോഗ മാറ്റിലാണെങ്കിലാണ് പറയുന്നത്. അല്ലാതെയാണെങ്കിൽ സ്പീഡിൽ നടക്കുക, മാക്സിമം സ്പീഡ് എടുത്ത് നിങ്ങൾ നടക്കാനായിട്ട് നോക്കുക. ഇപ്പം നമ്മുടെ ബോഡിയൊക്കെ അത്യാവശ്യം ചെറുതായിട്ട് എന്താ പറയുക, ചൂടായി തുടങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ ബോഡി ഒന്ന് ഹീറ്റ് ആവുന്നുണ്ടാവും, നമ്മൾ വേർത്ത് തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് നല്ലപോലെ കൂടി വരുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതായത് നമ്മൾ പ്രോപ്പർ സാധാരണ നടക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പിന്നെ നമ്മുടെ അടിവയറ്റിലെ കൊഴുപ്പ്, അതായത് നമ്മുടെ വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ ഈ ഒരു സ്പീഡ് കൂട്ടിയിട്ടുള്ള നടത്തം ഒത്തിരി സഹായിക്കും കേട്ടോ. നിങ്ങളുടെ കൈകൾ ഒരു 90 ഡിഗ്രി മടക്കി ശരീരത്തോട് ചേർത്ത് നന്നായിട്ട് വീശി നടക്കുക. മടി വിചാരിക്കേണ്ട, എൻ്റെ കൂടെ അങ്ങ് നടക്കുക കേട്ടോ. നമ്മൾ ഒരുമിച്ച് ഇത് പൂർത്തിയാക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മൂവ്മെൻറ്റ്സ് കൊടുക്കണമെങ്കിൽ മൂവ്മെൻറ്റ്സ് കൊടുക്കാം. നമ്മൾ കൈക്ക് കൂടുതൽ മൂവ്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് കൂടുതൽ കലറീസ് ബേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൈക്ക് എന്തെങ്കിലും മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, മാർച്ച് ചെയ്യുന്ന പോലെ സ്പീഡിൽ നടക്കാം, അല്ലെങ്കിൽ ജോഗ് ചെയ്യുന്നത് പോലെ കൈകൾ വെച്ചിട്ട് നിങ്ങൾക്ക് നടക്കാം. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സ്പീഡിൽ നടക്കുക എന്നുള്ളതാണ്. ഇനി വരുന്ന 3 മിനിറ്റ്സ് മാക്സിമം സ്പീഡ് എടുത്ത് നടക്കാനായിട്ട് നോക്കുക. ഹാർട്ട് ബീറ്റ് കൂടണം, നമ്മുടെ ബോഡി നല്ലപോലെ വേർക്കണം, നമ്മുടെ ബോഡി ഹീറ്റ് ആവണം. ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ നടക്കേണ്ടത്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ സ്പീഡിൽ നടന്നോളൂ.
സ്ലോ ആക്കിക്കോളൂ. നമ്മൾ ഇനി 3 മിനിറ്റ് പയ്യെ നടക്കാനായിട്ട് പോവുകയാണ്. ഇത് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് സംസാരിച്ചുകൊണ്ട് നടക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ജാപ്പനീസ് വാക്കിംഗ് ടെക്നിക്ക് അല്ലെങ്കിൽ ഇൻ്റർവെൽ വാക്കിംഗ് ഞാൻ ഈ ഒരു സംഭവം കാണാൻ തുടങ്ങിയിട്ട് കുറേയായി. ഞാനിപ്പം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി കേട്ടോ. നമ്മൾ യൂഷ്വലി വാക്ക് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി. അതുപോലെ തന്നെ നമുക്ക് മടുക്കുന്നില്ല. ഇപ്പം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ആദ്യത്തെ 3 മിനിറ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ 3 മിനിറ്റ്, ആദ്യത്തെ 3 മിനിറ്റ് നമ്മൾ സ്ലോ ആവുന്നു, രണ്ടാമത്തെ 3 മിനിറ്റ് ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 3 മിനിറ്റ് നടക്കുന്ന പോലെ തന്നെ സ്ലോ ആയിട്ട് തന്നെ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് ഭയങ്കര ബോറടി ആയിരിക്കും. അതുപോലെ തന്നെ ആ സ്പീഡിലാണെങ്കിലും നമുക്ക് ഒരു 3 മിനിറ്റിൽ കൂടുതൽ ഒരു 5 മിനിറ്റിൽ കൂടുതൽ നമുക്ക് അത്രയും സ്പീഡിലായിട്ട് നമുക്ക് വാക്ക് ചെയ്യാനും പറ്റില്ല. പക്ഷേ അതേസമയം നമ്മളിങ്ങനെ ഇൻ്റർവെല്ലായിട്ട് സ്ലോ ആൻഡ് സ്പീഡായിട്ട് വാക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഒരു 30 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. നല്ലപോലെ കലറീസ് ബേൺ ചെയ്യാൻ പറ്റും. നമ്മുടെ ഹാർട്ട് ഹെൽത്തിനും ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി. അതുപോലെ തന്നെ ജാപ്പനീസ് എന്താ പറയുക, ജപ്പാൻകാരുടെ ഒരു ആരോഗ്യ രഹസ്യം കൂടിയാണിത്. അപ്പോൾ ഇത് നമുക്കും ഫോളോ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. നമുക്കൊരു പ്രത്യേകിച്ച് ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത, അതേസമയം നല്ല എഫക്റ്റീവായിട്ട് ഫാറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡും കൂടിയാണ്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ കൈകളൊക്കെ എന്താ പറയുക, ജസ്റ്റ് ഒരു അതായത് ബോറടിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കാവുന്നതാണ്. നമ്മൾ ഒരുപാട് വാക്കിംഗ് വർക്കൗട്ടിൽ ഇതുപോലത്തെ പലതരത്തിലുള്ള മൂവ്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ അതിൽ ചെറിയൊരു മൂവ്മെൻറ്റാണ് ഈ ഒരു സൈഡിലോട്ട് നമ്മളിങ്ങനെ എന്താ പറയുക കൈകൾ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ അങ്ങനെ സൈഡ് വാക്ക് പോലെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. എന്താണോ നിങ്ങൾക്ക് കൂടുതൽ കലറി ബേൺ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ നടന്നോളൂ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ പകുതി സമയം പിന്നിട്ട് കഴിഞ്ഞു. ഏകദേശം 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്ര നേരം നമ്മൾ 3 മിനിറ്റ് സ്ലോ ആയിട്ട് നടക്കായിരുന്നു. ഇനി നമുക്ക് ഫാസ്റ്റ് ആക്കാം. അപ്പം വേഗം ഫാസ്റ്റായിട്ട് എൻ്റെ കൂടെ നടക്കുക. കുറച്ച് സ്പീഡ് കൂട്ടുക. ജോഗ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്പീഡിൽ നടക്കാനായിട്ട് നോക്കുക കേട്ടോ. പലരും പറയുന്ന ഒരു കാര്യമാണ് മുട്ടുവേദനയൊക്കെ ഉള്ളതുകൊണ്ട് ഓടാൻ പറ്റില്ല എന്ന്. പലരും ജോഗ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഏറ്റവും മികച്ച ഒരു ലോ ഇമ്പാക്റ്റ് വർക്കൗട്ടാണിത്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല നിങ്ങളുടെ മുട്ടിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിനോ ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഈസി ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നടത്തം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ കൂടെ തന്നെ നമുക്ക് ഫാറ്റ് ലോസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ? അപ്പോൾ വളരെ മികച്ച ഒരു ലോ ഇമ്പാക്റ്റ് വർക്കൗട്ടാണിത്. പിന്നെ നമ്മുടെ ജോയിൻസിനോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിനോ മസിൽസിനോ ഒന്നും ഒരു കേടുപാടും വരുത്താതെ കാലിലെ പേശികളെയൊക്കെ ശക്തമാക്കാനായിട്ട് ഇത് സഹായിക്കും. അപ്പം പ്രായമായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്, പ്രായമായിട്ടുള്ളവർക്കും വണ്ണമുള്ളവർക്കും, അതായത് കുറച്ച് നല്ല ഒബേസ് ആയിട്ടുള്ള ആൾക്കാർ, ഒരു 80+, 90+ ഒക്കെ kgs ഒക്കെ ഉള്ളവർക്ക് പെട്ടെന്നൊരു ഹെവി വർക്കൗട്ട്സ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ഒരു എന്താ പറയുക ഒരു ഈസി ലോ ഇമ്പാക്റ്റ് വർക്കൗട്ടാണ്. എല്ലാവർക്കും സേഫായിട്ട് സുരക്ഷിതമായിട്ട് ഇത് ചെയ്യാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു 6 മന്ത്സ് അല്ലെങ്കിൽ അത് എന്താ പറയുക നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു 3 മന്ത്സ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ലോ ഇമ്പാക്റ്റ് വർക്കൗട്ടാണ്. അപ്പോൾ സ്പീഡ് കുറയ്ക്കരുത്, സ്പീഡായിട്ട് തന്നെ നടക്കാനായിട്ട് ശ്രമിക്കുക. ലെറ്റ്സ് ഡു ഇറ്റ്.
കുറയ്ക്കാം. നന്നായിട്ട് ശ്വാസം എടുക്കുക, ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ നടത്തം പോലെ തന്നെ പ്രധാനമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം നടന്നതുകൊണ്ട് മാത്രമായില്ല. നമ്മൾ 30 മിനിറ്റ്സ് നമ്മൾ ഒരു ദിവസം വ്യായാമം ചെയ്യണം നമുക്കറിയാം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ വെയിറ്റ് ലോസ് ആണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വെറുതെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരാ. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ്, അതായത് പോർഷൻ കൺട്രോൾ ശ്രദ്ധിക്കാനും നമ്മൾ ശീലിക്കണം. ഒപ്പം നന്നായിട്ട് വെള്ളം കുടിക്കാനും മറക്കരുത്. പിന്നെ വർക്കൗട്ടിനൊപ്പം നല്ലൊരു ഡയറ്റ് കൂടിയുണ്ടെങ്കിൽ റിസൾട്ട് ഡബിൾ ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാൻ പറ്റും. വർക്കൗട്ട് മാത്രം ചെയ്ത് ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന ഒരുപാട് പേരുണ്ട്. 1.5 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ വർക്കൗട്ട് ചെയ്തിട്ട് അവർ പുറത്ത് പോയിട്ട് കഴിക്കുന്നത് ചിലപ്പോൾ മന്തിയായിരിക്കും. ആ ഒരു 2 മണിക്കൂർ അവർ കത്തിച്ച് കളഞ്ഞ കലോറീസിൻ്റെ ഇരട്ടി കലോറീസാണ് അവർ ആ ഒരൊറ്റ മീലിലൂടെ അവരുടെ ശരീരത്തിലോട്ട് എത്തുന്നത്. അപ്പം പലർക്കും ആ ഒരു കണക്ഷൻ മനസ്സിലാവാറില്ല. അവർ വിചാരിക്കും ഞാൻ 2 മണിക്കൂർ വർക്കൗട്ട് ചെയ്തു, സോ എനിക്ക് എന്തും കഴിക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഫുഡിനാണ് ഏറ്റവും പ്രാധാന്യം നമ്മുടെ ഫിറ്റ്നസ്സിന്. ഇത് വെയിറ്റ് ലോസ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ആവറേജ് ടൈം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളൊരു 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ. ജിമ്മിലൊക്കെ പോകുന്നവർ അതിൽ കൂടുതൽ ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ ഞാൻ ആവറേജ് ടൈമാണ് പറയുന്നത്. അപ്പോൾ ഒരു 1 hour നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ആ 1 hour മാത്രമേ നമ്മൾ പ്രോപ്പറായിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കുന്നുള്ളൂ. ബാക്കിയുള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദിവസത്തിൻ്റെ ഒരു 10 hours അല്ലെങ്കിൽ ഒരു 8 hours നമ്മൾ പലതരത്തിലുള്ള മീൽസ് എടുക്കുന്നുണ്ട്. മെയിൻ മീൽസ് ആയിട്ടും അതുപോലെ തന്നെ ഇടനേരത്തുള്ള സ്നാക്സ് ഒക്കെ ആയിട്ടും. അപ്പോൾ ഈ 8 മണിക്കൂറാണോ ഈ 1 മണിക്കൂറാണോ ഇമ്പോർട്ടൻസ് എന്ന് നമ്മൾ തന്നെ ലോജിക്കായിട്ട് തിങ്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ കഷ്ടപ്പെട്ട് നമ്മൾ വ്യായാമം ചെയ്യുന്ന ചിലപ്പോൾ ഒരു 300-400 കലോറീസ് ഒക്കെ നമ്മൾ ബേൺ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അത് ഒരൊറ്റ മീലിലൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡബിൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിക്കാനും പറ്റും. അപ്പോൾ ആ ഒരു കാലറി ഇൻ ആൻഡ് കാലറി ഔട്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ജസ്റ്റ് നടത്താൻ മാത്രം പോരാ, ഭക്ഷണത്തിൽ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക, പോർഷൻ കൺട്രോൾ ഫോളോ ചെയ്യുക, നല്ലപോലെ പ്രോട്ടീൻ ആഡ് ചെയ്യുക, നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് നോക്കുക, ഭക്ഷണ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ലോ ആയിട്ടാണ് നമ്മൾ നടക്കുന്നത്, നടത്തം നിർത്തരുത്, സ്ലോ ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുക കേട്ടോ എൻ്റെ കൂടെ. സ്പീഡ് കൂട്ടാം. അടുത്ത 3 മിനിറ്റ് മാക്സിമം സ്പീഡിൽ നടക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇനി ഈ ഒരു വാക്കിംഗ് നമ്മൾ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു വാക്കിംഗ് മാത്രമല്ല, നിങ്ങൾ വാക്കിംഗ് വർക്കൗട്ട്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നടപ്പിൻ്റെ രീതി, നമ്മളിങ്ങനെ തലയൊക്കെ കുനിച്ച് പിന്നെ ആ രീതിയിൽ ഫുൾ ടൈം നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടണമെന്നില്ല. അതായത് നമ്മളിപ്പോൾ തല കുനിച്ച് ഫോൺ നോക്കി അങ്ങനെയൊക്കെ നടക്കുന്നില്ലേ, ആ രീതിയിൽ നിങ്ങൾ നടക്കരുത്. നമ്മൾ നേരെ മുന്നോട്ട് നോക്കിയിട്ട് നെഞ്ച് വിരിച്ച് വയറ് ചെറുതായിട്ട് ഉള്ളിലേക്ക് പിടിച്ച്, അതായത് നമ്മുടെ ബെല്ലി ഉള്ളിലേക്ക് എൻഗേജ് ചെയ്ത് പിടിച്ചിട്ട് വേണം നടക്കാനായിട്ട്. അപ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ നടന്നാലേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഗുണം നമ്മുടെ ശരീരത്തിന് കിട്ടുള്ളൂ. അപ്പോൾ പോസ്ചർ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ഈ സമയം മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിൽ വിചാരിച്ച് ആസ്വദിച്ച് ചെയ്യാനായിട്ട് നോക്കുക. പോസ്റ്റർ കറക്റ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഇങ്ങനെ കുനിഞ്ഞ് ഒക്കെയാണ് വളരെ, അതായത് ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് എന്താ പറയുക, പോസ്റ്ററൊക്കെ ഇങ്ങനെ ഒന്ന് ഡൗൺ ആയി പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നെഞ്ച് വിരിച്ച് നടക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബെല്ലി ബട്ടൺ ഉള്ളിലോട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് എന്താ പറയുക, ഒന്ന് കോർ എൻഗേജ് ചെയ്തിട്ട് നടക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ സ്പീഡിൽ നടക്കാൻ മാക്സിമം സ്പീഡ് കൂട്ടുക. ജോഗിങ് വേണ്ട, വാക്കിംഗ് മാക്സിമം സ്പീഡ്.
ഓൾമോസ്റ്റ് നമ്മൾ എന്താ പറയുക അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ഇനി സ്പീഡ് കുറയ്ക്കാം, നമുക്ക് 3 മിനിറ്റ്സ് ഇനി സ്ലോ ആയിട്ട് നടക്കുക. നമ്മുടെ ബോഡിയുടെ ആരോഗ്യം മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ മാനസിക സമാധാനത്തിനും നമ്മുടെ മെൻ്റൽ പീസിനും നടത്തം വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പോൾ നമ്മൾ പറയും ആഴ്ചയിൽ ഒരു 3-4 ദിവസം നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണം, ബാക്കിയുള്ള ദിവസം കാർഡിയോ, ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വർക്കൗട്ടാണ് വാക്കിങ്. അപ്പോൾ ആ വാക്കിംഗ് നമ്മൾ ചുമ്മാ നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. പക്ഷേ അതേസമയം ഇതുപോലെയുള്ള ഇൻ്റർവെൽ വാക്കിങ് അല്ലെങ്കിൽ നമ്മൾ വാക്കിംഗ് വർക്കൗട്ട്സ് ഞാൻ ചെയ്യാറില്ല, അതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഒരു 20 to 30 മിനിറ്റ്സ് സമയം മാത്രമേ നിങ്ങൾ ഇതിന് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് നമുക്ക് നമ്മുടെ ബോഡിക്കുള്ള ആ ഒരു ഹെൽത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും നമ്മുടെ ആ ഒരു മെൻ്റൽ പീസിനും ഒക്കെ വളരെയധികം നല്ലതാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ ചിലപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് വളരെ ചിലപ്പോൾ ഡൗൺ ആയിട്ട് മൂഡ് ഓഫ് ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തവരുണ്ടാവും. പക്ഷേ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു നല്ലൊരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് ദിവസവും നമ്മൾ തിരക്കുകളും സ്ട്രെസ്സും ഒക്കെ മാറി മനസ്സിന് ശരിക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടാനായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ അതൊരു 30 മിനിറ്റ്സേ നിങ്ങൾ ചെയ്യേണ്ടൂ. ആ ഒരു ഹോൾ ഡേ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കാളും ഒരു ഹാപ്പിനെസ് തരാൻ ഈ ഒരു 30 മിനിറ്റ് ചിലപ്പോൾ നിങ്ങളെ സഹായിക്കും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ എന്താണ് നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. നിങ്ങൾ ഹാപ്പി ആണോ, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ സാഡ് ആണോ, ടയേർഡ് ആണോ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കൗട്ടുകളും, അത് നടത്തം ആയിക്കോട്ടെ, നമ്മൾ ജിമ്മിൽ പോയി ചെയ്യുന്ന വർക്കൗട്ടുകളായിക്കോട്ടെ, ഏത് തരം വർക്കൗട്ടാണെങ്കിലും ഇതൊക്കെ ഒരു തരം മെഡിറ്റേഷനാണ്. നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും കിട്ടുന്ന ഒരു മെഡിറ്റേഷനാണ്. നമ്മൾ സ്വയം സ്നേഹിക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു സെൽഫ് ലവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഈ സമയം നിങ്ങൾ മാക്സിമം ആസ്വദിക്കുക. ഇത് നിങ്ങൾക്ക് മാത്രം അനുവദിച്ചു തന്നിരിക്കുന്ന സമയമാണ്. ലോകത്തെല്ലാവർക്കും ചിലപ്പം ആരോഗ്യത്തിന് വേണ്ടിയിട്ടും അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ടും വർക്കൗട്ട് ചെയ്യാനും ഒക്കെ സമയം കണ്ടെത്താൻ പറ്റാത്ത എത്രയോ പേരുണ്ട്. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ ഒരു 30 മിനിറ്റ് സമയം നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രിവിലേജ് ആയിട്ട് കണക്കാക്കുക. അപ്പോൾ ആ പ്രിവിലേജാണ് ഇപ്പോൾ നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആസ്വദിച്ചുകൊണ്ട് ഈ ഒരു എക്സസൈസ് നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ നോക്കുക. ലാസ്റ്റ് 3 മിനിറ്റ്സാണ് മാക്സിമം ഉള്ള ശക്തി മുഴുവൻ എടുത്ത് നന്നായിട്ട് സ്പീഡിൽ നടക്കാനായിട്ട് നോക്കുക. ബോഡി നല്ലപോലെ മൂവ് ചെയ്യട്ടെ. അപ്പോൾ ഡെയിലി വെറും 30 മിനിറ്റ് നമ്മൾ നമുക്കായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് പല വലിയ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ ഏജിലുള്ള ഇപ്പം 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ, 30 വയസ്സാവേണ്ട ഒരു 25+ ആയി കഴിഞ്ഞാൽ തന്നെ പല രോഗങ്ങളായിട്ടും പല ലൈഫ് സ്റ്റൈൽ ഡിസീസസുമായിട്ടും നമ്മുടെ ബിഫിറ്റിലൊക്കെ ജോയിൻ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത പല രോഗങ്ങളൊക്കെയാണ് നമ്മളിപ്പം 10-25 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് തന്നെ നമുക്ക് വന്നു തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു 30 മിനിറ്റ് നമ്മളെ സഹായിക്കും. അപ്പോൾ ആരോഗ്യമുള്ള ഒരു ഫാമിലി നമ്മൾ കെട്ടിപ്പടുക്കാനായിട്ട് ആദ്യം നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കണം. നമ്മളാണ് ആ വീടിൻ്റെ കോറെങ്കിൽ ആ കോർ എപ്പോഴും ആരോഗ്യത്തോടെ ഉണ്ടായിരിക്കണം. നമ്മളായിരിക്കണം അവരുടെ ഒരു മാതൃക. അങ്ങനെയാണെങ്കിലല്ലേ നമ്മുടെ കൂടെയുള്ളവർക്കും നമ്മളെപ്പോലെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഇമിറ്റേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഒരു മാതൃക കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ ഈ ഒരു 30 മിനിറ്റ്സ് അതിനുള്ള ഒരു എന്താ പറയുക, ഒരു ഭാവിയിലേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾ കാണാം.
വിജയകരമായിട്ട് നമ്മുടെ 30 മിനിറ്റ് ഇൻ്റർവെൽ വാക്കിംഗ് അല്ലെങ്കിൽ ജാപ്പനീസ് വാക്കിംഗ് ടെക്നിക്ക് നമ്മൾ ഫിനിഷ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരു ബിഗ് ക്ലാപ്പ്. ഇത് ഫിനിഷ് ചെയ്ത എല്ലാവർക്കും എൻ്റെ വക ഒരു ബിഗ് ക്ലാപ്പ്. ഇത് നിങ്ങൾ എത്ര പേര് എൻ്റെ കൂടെ കംപ്ലീറ്റ് ചെയ്തെന്ന് എനിക്ക് അറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ താഴെ കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? നിങ്ങൾ എനർജറ്റിക് ആയിരുന്നോ, സാഡ് ആണോ, ടയേർഡ് ആണോ, നിങ്ങൾക്കിത് എഫക്റ്റീവായിട്ട് തോന്നിയോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാനായിട്ട് നോക്കുക. പിന്നെ എന്താ പറയുക, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഫാമിലിയുടെ ഒരു പാർട്ടാവാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഒക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. എല്ലാവരും ഒന്ന് റിലാക്സ് ആവുക. ഈ ഒരു 3 മിനിറ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ 1 മിനിറ്റ് നേരം നിങ്ങൾക്ക് കുറച്ച് സ്ലോ ആയിട്ട് നടക്കാവുന്നതാണ്. ഞാൻ എന്തായാലും നല്ല എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ടയേർഡ് ആയിട്ടുണ്ട്. 30 മിനിറ്റ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോൾ ടയേർഡ് ആവുമല്ലോ, പക്ഷേ എന്നാലും ഐ ഫീൽ റിയലി എനർജറ്റിക്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. ഇനി നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.